പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അഭിഷേകം എന്നെ എന്ന വചന സന്ദേശം ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവം തരുന്നതാണ്. വ്യക്തമായി നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നത് നമുക്ക് അനുഭവിക്കാൻ ഇടയാകും. റോമാലേഖനം 14 അധ്യായത്തിന്റെ 6 വചനഭാഗം, ദിവസത്തെ ആദരിക്കുന്നവർ കർത്താവിനായി ആദരിക്കുന്നു. ചില ദിവസങ്ങളുണ്ട്, ഞായറാഴ്ച നമ്മൾ ആരാധനയ്ക്കായി ഒരുക്കിയ ദിവസം, തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, ശനിയാഴ്ച. 7 ദിവസങ്ങളിലും ദൈവം എല്ലാ ദിവസവും അനുഗ്രഹീതമായ ദിവസങ്ങളാക്കിയ ദൈവം വേർതിരിച്ചത്. നമ്മൾ ഒരു ദിവസം മാത്രം ആരാധിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരല്ല. ദിവസത്തെ ആദരിക്കുന്നവൻ കർത്താവിനായി ആദരിക്കുന്നുവെന്ന്. എല്ലാ ദിവസവും നാം ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി വിളി കിട്ടിയവരാ. ചില വിഭാഗക്കാര് വെള്ളിയാഴ്ച മാത്രം ആരാധിക്കുന്നവര്, ചിലര് സെവന്ത് ഡേക്കാര് ശനിയാഴ്ച മാത്രം ആരാധിക്കും, ചിലർ ഞായറാഴ്ച മാത്രം ആരാധിക്കും. ദൈവവചനം അറിയാവുന്ന മനുഷ്യർ അവർ എല്ലാ ദിവസവും ദൈവത്തെ ആരാധിക്കും, ദൈവത്തിന് നന്ദി പറയും, ദൈവത്തോട് കൂടെ ജീവിക്കും. കാരണം ഹൃദയത്തിന്റെ ഇടുപ്പ് പോലെ ദൈവത്തിന്റെ കൂടെ ആരാധിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് ദൈവം വിളിച്ചത്. പ്രായം ചെന്ന കാരണവന്മാർ ഓരോ ദിവസത്തിനും വ്യത്യസ്തമായ രീതിയാണ്. തിങ്കളാഴ്ച ജോലി തുടങ്ങരുതെന്നും ചൊവ്വാഴ്ച ജോലി തുടങ്ങണമെന്നും ചൊവ്വാഴ്ച ആരുടെ അടുക്കൽ പോകരുതെന്നും വെള്ളിയാഴ്ച പിശാച് അല്ലെങ്കിൽ കൂലി ബന്ധനങ്ങളൊക്കെ കടന്നു വരുന്ന ദിവസമാണെന്നും ശനിയാഴ്ച കൊള്ളാത്തതാണ്, ബുധനാഴ്ച കള്ളനാണ്. ഇങ്ങനെ ദിവസത്തിന് ഓരോ പേരിട്ടുകൊണ്ട് വിവാഹം നടത്തുന്ന ഇന്ന ദിവസം നല്ലതാണ്, ഇന്ന ദിവസം മോശമാണ്. ദൈവം നമുക്ക് 7 ദിവസം തന്നെങ്കിൽ 7ഉം ദൈവം ഒരുക്കി തന്ന ദിവസങ്ങളാണ് പ്രിയമുള്ളവരെ. നമ്മളാണ് ഒരുങ്ങാത്തത്, നമ്മളാണ് പ്രാർത്ഥിക്കാത്തത്, നമ്മളാണ് കൂടെ നടക്കാത്തത്. ആഴ്ചയിലെ 1-ാം ദിവസം അപ്പസ്തലന്മാരെല്ലാം ഒന്നിച്ചു കൂടി. അന്ന് 1-ാം ദിവസം മാത്രമല്ല അവർ ഒന്നിച്ചു കൂടിയത്, 1-ാം ദിവസം ഒന്നിച്ചു കൂടുമായിരുന്നു. ആഴ്ചയുടെ 1-ാം ദിവസം, 1-ാം ദിവസത്തിന് അവരൊരു പ്രത്യേകത അവർക്കുണ്ടായിരുന്നു. നമുക്ക് തന്നെ ഒരു മാസത്തിന്റെ ആരംഭം 1-ാം തീയതി ഒരു പ്രത്യേകതയുണ്ട്. അത് ഇപ്പൊ മാസം തന്നെ ജനുവരി 1 ആണ്ടുപിറവിയായിട്ട് നമ്മൾ ആഘോഷിക്കും. ഫെബ്രുവരി മാസം, മാർച്ച് മാസം, ഏപ്രിൽ മാസം 1-ാം തീയതി ആകുമ്പോൾ അത് ഏപ്രിൽ പൂളായിട്ട് അങ്ങനെയുള്ള ഒരു ആഘോഷമായിട്ട് പോകുന്നു. ഈ ഓരോ മാസത്തിനും ഓരോ ദിവസത്തിനുമുള്ള പ്രത്യേകത മനുഷ്യൻ വയ്ക്കുമ്പോൾ ഇതിനപ്പുറമാണ് ദൈവത്തോടുള്ള ഒരു കൂട്ടായ്മ ജീവിതം. പുതിയ നിയമ ദൈവസഭയുടെ പ്രത്യേകത എന്നും ദൈവത്തെ ആരാധിച്ച് ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റുന്ന ഒരു ആത്മീയ അന്തരീക്ഷം നമ്മുടെ അകത്ത് വെളിപ്പെടണം പ്രിയമുള്ളവരെ. ആത്മീയ അന്തരീക്ഷം വെളിപ്പെടണം. ഞാനും എൻ്റെ കർത്താവും തമ്മിലുള്ള കൂട്ടായ്മ എൻ്റെ അകത്ത് വളരണം. ഞാനും യേശുവും തമ്മിലുള്ള കൂട്ടായ്മ അധികമായി വർദ്ധിക്കണം. വീട്ടിൽ ഒരു ചടങ്ങിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയല്ല ദൈവം നോക്കുന്നത്. ഒരു ദിവസം പ്രഭാതത്തിൽ ഉണരുമ്പോൾ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഹൃദയത്തിലേക്ക് ക്ഷണിച്ചും ആത്മാവിൽ നടത്തപ്പെടുവാനും ആത്മാവിലുള്ള ഒരു ദൈവിക ഇടപെടൽ നമുക്ക് അനുഭവിക്കുവാനും ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു പോകാനും പരിശുദ്ധാത്മാവിൽ നമ്മൾ പഠിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ നമ്മുടെ അകത്ത് വെളിപ്പെടും. ഇതിനുവേണ്ടിയാ ദൈവം നമ്മെ വിളിച്ചതെന്നേ. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങി പ്രാർത്ഥിക്കണം. കർത്താവിനോട് കൂടെ
ഇന്നേ ദിവസം ദൈവം തന്ന അനുഗ്രഹങ്ങൾ സംശയ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്തുകൊള്ളണമെന്ന വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്ത് ചെയ്യണം? സംശയ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ നമ്മൾ ചേർക്കണം. ഇങ്ങനെ വാവ് നോക്കുന്നവരുണ്ട്. അങ്ങനെ പലവിധ കാര്യങ്ങൾക്കും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അനേകം മനുഷ്യരുണ്ടല്ലോ. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ കർത്താവിലേക്ക് ഒരുക്കണം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു. എല്ലാ ദിവസവും നീ ഞങ്ങൾക്ക് ഒരുക്കി തന്നതാണ്. നിന്റെ സന്നിധിയിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി നീ തന്ന ദിവസങ്ങളാണ് കർത്താവേ. ആ ദിവസങ്ങളെല്ലാം മനോഹരമാണ്. ദൈവം സൃഷ്ടിച്ച ദിവസത്തിനെല്ലാം നല്ലതെന്ന് കണ്ടു. ആ ദിവസത്തെ എല്ലാം അനുഗ്രഹിച്ചെങ്കിൽ ഞാൻ ഇന്ന് പ്രഭാതത്തിൽ ഇന്നത്തെ ദിവസത്തെയും നീ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് വേണ്ട സകല ആത്മീയ അനുഗ്രഹങ്ങൾ തന്ന് ഞങ്ങളെ നടത്തണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.